For partnership, basic concepts. Guarantee of profit to a partner. Question number 26. NCERT, illustration 11. Mahesh and Dinesh share profits and losses in the ratio 2:1. ഇവിടെ മഹേഷും ദിനേഷും ആരാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2:1 ആണ്. ഫ്രം 1st January ദേ അഡ്മിറ്റ് രാകേഷ് ഇൻ ടു ദയർ ഫേം. അതിനുശേഷം പിന്നീട് അവർ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യാണ്. ആരാണ്? ന്യൂ പാർട്ട്ണർ രാകേഷ് ആണ്. Who is to be given a share of 1/10 of the profits. ന്യൂ പാർട്ട്ണർക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/10 ആണ്. അതായത് 10 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിലൊരു ഭാഗമാണ് ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നത്. ബാക്കി 9 ഭാഗവും ആർക്കുള്ളതാണ്? മഹേഷിനും ദിനേഷിനുള്ളതാണ്. വിത്ത് എ ഗ്യാരണ്ടീഡ് മിനിമം ഓഫ് ₹25,000. അതിൻ്റെ ഒപ്പം തന്നെ മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 25,000 ആണ്. മഹേഷ് ആൻഡ് ദിനേഷ് കണ്ടിന്യൂ ടു ഷെയർ പ്രോഫിറ്റ്സ് ആസ് ബിഫോർ. അതായത് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും റേഷ്യോയിൽ ചേഞ്ച് വരും. എന്നിരുന്നാലും മഹേഷിൻ്റെ ദിനേഷിനും പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ബട്ട് എഗ്രി ടു ബെയർ എനി ഡെഫിഷ്യൻസി ഓൺ അക്കൗണ്ട് ഓഫ് ഗ്യാരണ്ടി ടു രാകേഷ് ഇൻ ദ റേഷ്യോ 3:2 റെസ്പെക്റ്റീവ്ലി. അതേസമയം ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ടിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരാണെങ്കിൽ അത് ആരാണ് ഇവിടെ സഫർ ചെയ്യുന്നത്? മഹേഷും ദിനേഷുമാണ്. ഏത് റേഷ്യോയിലാണ്? 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ ഡെഫിഷ്യൻസി ഡിവൈഡ് ചെയ്തിരുന്നത് ഓൾഡ് റേഷ്യോയിലായിരുന്നു. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഡെഫിഷ്യൻസി സഫർ ചെയ്തത് ഒരാൾ മാത്രമായിട്ടായിരുന്നു. മറ്റേയാൾക്ക് രണ്ടാമത്തെ ആൾക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവിടെ പേഴ്സണലായിട്ട് ഗ്യാരണ്ടി കൊടുത്തേക്കായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോയിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഗ്യാരണ്ടി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെ റേഷ്യോ ഏതാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏത് റേഷ്യോയിലായിരിക്കണം ഡെഫിഷ്യൻസി ഡിവൈഡ് ചെയ്യേണ്ടത്? 3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കണം. ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം 1,20,000. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,20,000 ആണ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയായിരിക്കും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഇവരുടെ ന്യൂ റേഷ്യോ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റേഷ്യോ അനുസരിച്ച് ന്യൂ പാർട്ട്ണർക്ക് കിട്ടേണ്ട മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് മുഴുവനായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിരിക്കണം. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം? 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള ഒരു റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ ഏത് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? ഓൾഡ് റേഷ്യോയിൽ തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ന്യൂ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവണില്ല എങ്കിൽ ആ സൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്ന ന്യൂ റേഷ്യോ ഉണ്ട്. അതായത് 6:3:1. അത് നേരിട്ട് ചെയ്താൽ മതി. അതിൻ്റെ കാൽക്കുലേഷനൊക്കെ പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ 6:3:1 എങ്ങനെയാണ് വന്നതെന്നുള്ളത് ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. രാകേഷിന് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/10 ആണ്. അതായത് 10ൽ ഒരു ഭാഗമാണ്. ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ട്? 9/10. അതിനെന്താ വിളിക്കാം? റിമൈനിങ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. അതായത് ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റ്, റിമൈനിങ് പ്രോഫിറ്റ് എത്രയാണ്? 9/10. അത് ആർക്കുള്ളതാണ്? മഹേഷിനും ദിനേഷിനുള്ളതാണ്. അപ്പോൾ ഈ 9/10 എന്ത് ചെയ്യണം? ഈ 2 പാർട്ട്നേഴ്സിനായി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് അവിടെ ഡൗട്ട് വന്നു, ഏത് റേഷ്യോയിലാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ക്വസ്റ്റ്യനിൽ വായിച്ചു, മഹേഷ് ആൻഡ് ദിനേഷ് കണ്ടിന്യൂ ടു ഷെയർ ആസ് ബിഫോർ. അതായത് മുൻപത്തേതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപത്തെ ഷെയർ എന്ന് പറഞ്ഞത് ഏതാണ്? 2:1 ആണ്. അതുകൊണ്ട് ഈ 9/10 ഏത് റേഷ്യോയിലായിട്ടായിരിക്കണം 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കണം. അപ്പോൾ 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി നോക്കാം. മഹേഷ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ് 2/3 ഇൻറ്റു 9/10. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 9/10 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 9/10 ഇൻറ്റു 2/3.
അപ്പോൾ എത്ര വരും? 18 ഡിവൈഡഡ് ബൈ 30. ഇനി അതിനെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ എത്ര കിട്ടും? 3/5 എന്നായിരിക്കും കിട്ടുക കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്നത് 3/10 എന്നുള്ളത് തെറ്റാണ്, 3/5 ആണ്. ഇനി ദിനേഷിൻ്റെ 1/3 ഇൻറ്റു 9/10, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 9/10 ഇൻറ്റു 1/3. അപ്പോൾ എത്ര വരും? 9/30. അതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ 3/10 ആയിരിക്കും കിട്ടുന്നത്. ഇനി രാകേഷിൻ്റെ ഷെയർ നമുക്കറിയാം എത്രയാണ്? 1/10 ആണ്. അപ്പോൾ ദ ന്യൂ റേഷ്യോ ബിക്കംസ് എത്രയായി മാറും? 3/5, 3/10, 1/10. അപ്പോൾ അതിനെ ഇവിടെ നമുക്കറിയാം, ഇവിടെ മഹേഷിൻ്റെ ഡിനോമിനേറ്റർ മാത്രം ഇവിടെ വ്യത്യസ്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ 5നെ ഏതിലേക്ക് മാറ്റണം? ഈ 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 കിട്ടണേന്ന് നോക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 10 കിട്ടുക. അപ്പോൾ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ 3/5 എന്നുള്ളത് എത്രയായിട്ട് മാറും? 6/10 ആയി മാറും. അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 6/10, 3/10, 1/10. അതിന് നമ്മൾ എഴുതുമ്പോൾ എത്രയാവും? 6:3:1. ഇങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് വർക്കിംഗ് നോട്ടിൽ എഴുതി വയ്ക്കുക. ദ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 6:3:1 എന്ന് എഴുതി വയ്ക്കുക. അല്ലാത്തവർ മനസ്സിലാവുന്നുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാൽക്കുലേഷൻ വർക്കിംഗ് നോട്ടിൽ എഴുതാം. അല്ലാത്തവർ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 6:3:1 എന്ന് എഴുതിയാൽ മതി. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് രാഹുലല്ല രാകേഷ് എന്നാണ് കംസ് ടു 6:3:1. ഇനി ന്യൂ റേഷ്യോ അനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെയും ഷെയർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,20,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെയില്ല. അപ്പോൾ ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റും ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റും സെയിം ആണ്. അപ്പോൾ ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. മഹേഷ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 1,20,000 ഇൻറ്റു 6/10, 72,000. ദിനേഷ് പ്രോഫിറ്റ് 1,20,000 ഇൻറ്റു 3/10, 36,000. രാകേഷ് ഗ്യാരൻറ്റീഡ് പാർട്ട്ണറാണ്. 1,20,000 ഇൻറ്റു 1/10, 12,000. അപ്പോൾ 6:3:1 അനുസരിച്ച് ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ന്യൂ പാർട്ട്ണർക്ക് ഓഫർ ചെയ്തിരിക്കുന്ന മിനിമം ഗ്യാരൻറ്റീഡ് എമൗണ്ട് ഉണ്ട്, അത് മുഴുവനായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് നോക്കണം. എത്രയാണ് രാകേഷിന് കൊടുത്തിരിക്കുന്ന ഗ്യാരൻറ്റീഡ് എമൗണ്ട്? രാകേഷ് ഹാസ് ബീൻ ഗിവൺ എ ഗ്യാരൻറ്റി മിനിമം ഓഫ് ₹25,000 ആസ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. 25,000 ആണ്. അപ്പോൾ ആളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരൻറ്റീഡ് എമൗണ്ടിനേക്കാളും താഴെയാണ്. എത്രയാണ് ഡെഫിഷ്യൻസി വരുന്നത്? ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ഗ്യാരൻറ്റീഡ് എമൗണ്ട്. സോ ദ ഡെഫിഷ്യൻസി ഓഫ് ₹13,000, അതായത് 25,000 മൈനസ് 12,000 ഷാൾ ബി ബോൺ ബൈ മഹേഷ് ആൻഡ് ദിനേഷ് ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ഡെഫിഷ്യൻസി എത്രയാണ് വരുന്നത്? 13,000 ആണ്. അതാരാണ് സഫർ ചെയ്യേണ്ടത്? മഹേഷും ദിനേഷ് ആയിരിക്കണം. ഏത് റേഷ്യോയിലാണെന്നുള്ളത് പ്രോബ്ലത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 3:2 ആണ്. അങ്ങനെ സഫർ ചെയ്യുന്നത് ഏത് റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? അവരുടെ ഓൾഡർ റേഷ്യോയിൽ തന്നെയായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഗ്യാരൻറ്റീഡ് എമൗണ്ട് ആ ഡെഫിഷ്യൻസി 2 പേരും കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ 2 സെൻറ്റൻസ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങളിവിടെ ആഡ് ചെയ്യാം. അതായത് ദ ഡെഫിഷ്യൻസി എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി ടു ബി ബോൺ ബൈ മഹേഷ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡെഫിഷ്യൻസി 13,000 ആണല്ലോ. 13,000 ഇൻറ്റു 3/5. അപ്പോൾ എത്ര കിട്ടും? 7,800. ഞാൻ അതിൻ്റെ താഴെ എന്ത് എഴുതണം? എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി ടു ബി ബോൺ ബൈ ദിനേഷ് 13,000 ഇൻറ്റു 2/5 ഇസ് ഈക്വൽ ടു 5,200. അപ്പോൾ മഹേഷും ദിനേഷും കൊടുക്കേണ്ട എമൗണ്ടുകൾ എത്രയൊക്കെയാണ്? 7,800ഉം 5,200 ആണ്. അപ്പോൾ നമുക്കിവിടെ രാകേഷിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാവും? 12,000 പ്ലസ് 7,800 പ്ലസ് 5,200 ദാറ്റ് ഇസ് ഈക്വൽ ടു 25,000. ഇനി മഹേഷിൻ്റെ പ്രോഫിറ്റിൽ നിന്നും 7,800 രാകേഷിന് കൊടുത്തു. ബാക്കി എത്രയാണ് വരുന്നത്?
Mahesh share of profit 72,000 minus 7,800. That is equal to 64,200. ഇനി അതുപോലെ തന്നെ ദിനേഷ് കൊടുത്തത് എത്രയാണ്? 5,200 ആണ്. കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എത്രയാണ്? ദിനേഷ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 36,000 മൈനസ് 5,200 30,800. അപ്പോൾ ഇവിടെ ഡെഫിഷ്യൻസിയൊക്കെ കൊടുത്തതിന് ശേഷം 3 പേരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിട്ട് മാറി? രാകേഷ് 25,000, മഹേഷ് 64,200, ദിനേഷ് 30,800. അപ്പോൾ നമുക്കിവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതാം. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മഹേഷ് 64,200, ദിനേഷ് 30,800, രാകേഷ് 25,000. ടോട്ടൽ 1,20,000. Question number 27. NCERT, page number 93. Do it yourself. Kavita and Lalit are partners sharing profits in the ratio of 2:1. ഇവിടെ കവിത ലളിത് എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ 2:1 ആണ്. ദ ഡിസൈഡ് ടു അഡ്മിറ്റ് മോഹൻ. പുതിയ പാർട്ട്ണറായ മോഹനെ അഡ്മിറ്റ് ചെയ്തു. വിത്ത് എ ഷെയർ ഇൻ പ്രോഫിറ്റ്. വിത്ത് എ എന്നും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് പ്രോഫിറ്റ്സിൽ ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം മോഹന് ഓഫർ ചെയ്തിരിക്കുകയാണ്. വിത്ത് എ ഗ്യാരണ്ടീഡ് എമൗണ്ട് റുപ്പീസ് 25,000. അവിടെ ഓഫർ ചെയ്തിരിക്കുന്ന മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാണ്? 25,000 ആണ്. ബോത്ത് കവിത ആൻഡ് ലളിത അണ്ടർടേക്ക് ടു മീറ്റ് ദ ലയബിലിറ്റി അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട് ടു മോഹൻ ഇൻ ദ റെസ്പെക്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇവിടെ കവിത ആൻഡ് ലളിത അവർ രണ്ടുപേരും എഗ്രി ചെയ്യാണ്. എന്താണ് എഗ്രി ചെയ്യുന്നത്? ഗ്യാരണ്ടീഡ് എമൗണ്ട് മൂലം കൊടുക്കേണ്ടി വരുന്ന എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസി വരാണെങ്കിൽ അത് ആര് എടുത്തോളാമെന്നാണ് എഗ്രി ചെയ്യുന്നത്? കവിത ആൻഡ് ലളിത. എങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്? ഇൻ ദയർ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇൻ ദയർ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾഡ് റേഷ്യോ എന്നാണ്. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ഗ്യാരണ്ടീഡ് എമൗണ്ടിൽ ഏതെങ്കിലും ഡെഫിഷ്യൻസി വരാണെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഇൻ ദയർ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് 2:1 എന്ന് എടുത്തിരിക്കുന്നത്. ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ കവിത ആൻഡ് ലളിത് ഡസ് നോട്ട് ചേഞ്ച്. അതായത് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല, ഇത് 3 പേരും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോയിൽ ചേഞ്ച് ഒന്നും വരണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ ഏത് തന്നെയാണ്? 2:1 എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയണം ന്യൂ റേഷ്യോ എത്രയായിരിക്കും എന്നുള്ളത് അറിയണം. അതായത് ഓൾഡ് റേഷ്യോയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ എത്രയാണ്? 2:1 ആണ്. ന്യൂ പാർട്ട്ണർക്ക് ഒരു ഷെയറാണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 2:1 ആണ്. ഞാൻ വീണ്ടും പറയാണ്, ശരിക്കുള്ള കാൽക്കുലേഷൻ ഇതെല്ലാം പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ദ ഫേം ഏൺ പ്രോഫിറ്റ് റുപ്പീസ് 76,000. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 76,000 ആണ്. ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അതിൻ്റെ കാൽക്കുലേഷനൊക്കെ വർക്കിംഗ് നോട്ടിൽ എഴുതാം. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 24 സൊല്യൂഷൻ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ്. അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പുതിയ ബിസിനസ് ആയാലും ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ എത്രയാണ്? 2:1 ആണ്. അതുപോലെ തന്നെ ന്യൂ പാർട്ട്ണർക്ക് എ ഷെയർ എന്നാണ് പറയുന്നത്, ഒരു ഷെയർ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 2:1 ആണ്. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് എമൗണ്ടിൽ ഡെഫിഷ്യൻസി വരാണെങ്കിൽ അവർ എങ്ങനെയാണ് സഫർ ചെയ്യുന്നത്? അവരുടെ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ മനസ്സിലാക്കി ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം.